ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന കഥ കുറച്ച് ഡിഫറൻ്റ് ആണ്. എന്താണെന്നല്ലേ, കല്യാണം കഴിച്ച ഒരാള്, അയാൾക്കൊരു കാമുകിയുണ്ട്. അതും തന്റെ ഭാര്യ പോലും അറിയാത്ത മറ്റൊരു കാമുകി. പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് ഒരു ദിവസം ഈ കാമുകി അയാളുടെ വീട്ടിലേക്ക് വരുന്നു. അതും അവന്റെ ബർത്ത്ഡേ ദിവസം. പെട്ടെന്നാണ് ആ വീട്ടിൽ മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. വന്ന കാമുകി അവന്റെ വീട്ടിലെ പൂളിൽ മരിച്ചു കിടക്കുന്നതായിട്ടാണ് അവൻ കാണുന്നത്. പക്ഷെ ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് അവന് പോലും അറിയത്തില്ല. ഇതിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവന്റെ ബർത്ത്ഡേ ദിവസം ആയതുകൊണ്ട് അവന്റെ ഭാര്യ അവന് സർപ്രൈസ് ആയിട്ട് ഒരു പാർട്ടി തന്നെ ആ വീട്ടിൽ റെഡിയാക്കുന്നുണ്ട്. അപ്പൊ അവന്റെ ഫാമിലി, ഫ്രണ്ട്സ്, കൂടെ വർക്ക് ചെയ്യുന്നവർ എല്ലാവരും ആ ഒരു പാർട്ടിയിലേക്ക് വരുന്നു. ഇതിനിടയിൽ മരിച്ചുപോയ തന്റെ ഗേൾ ഫ്രണ്ടിനെ ഇവരാരും കാണാതെ ആ വീട്ടിൽ ഒളിപ്പിച്ചു വെക്കണം. അതേപോലെ തന്നെ അവളെ കൊന്ന ഒരു കൊലയാളി ആരാണെന്ന് കണ്ടുപിടിക്കണം. ഇതിനെല്ലാം അവസാനം എന്താണ്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഒന്നൊന്നര ട്വിസ്റ്റോടെ ഈ മൂവി നിങ്ങൾ കണ്ടു തീർക്കും. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവിയുടെ പേര് ദി ഗേൾ ഇൻ ദ പൂൾ. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ്, കഥയോടൊപ്പം നിങ്ങളെ സജസ്റ്റ് കഴിഞ്ഞാൽ കൊലയാളി ആരാണെന്ന് ചിലപ്പോൾ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ഒരു ഡിറ്റക്റ്റീവിന്റെ ബുദ്ധിയുണ്ടെന്ന് നമുക്കൊന്ന് കണ്ടു മനസ്സിലാക്കാം. അപ്പോൾ കഥ കേൾക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും തയ്യാറാണെങ്കിൽ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. അപ്പോൾ ഈ കഥയുടെ തുടക്കത്തിൽ തന്നെ ഒരു വലിയ ബംഗ്ലാവാണ് കാണിക്കുന്നത്. ആ വീടിനകത്ത് ഒരാൾ കുളിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ മൂവിയിലെ ഹീറോ. അവന്റെ പേര് തോമസ്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ അവന് ഫ്ലാഷ് ബാക്ക് ആയിട്ട് മരിച്ചു കിടക്കുന്ന ഒരു ലേഡി, ഒരു സ്വിമ്മിംഗ് പൂള്, പിന്നെ രക്തക്കറ, ഇത്രയും കാര്യങ്ങൾ ഫ്ലാഷ് ബാക്ക് ആയിട്ട് അവന്റെ മനസ്സിൽ വരുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ലേഡി ആരാണ്, അവൾക്ക് എന്താണ് സംഭവിച്ചത്, ഇതൊന്നും നമുക്കറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു ഇതിന് മുന്നേ എന്താണ് സംഭവിച്ചതെന്ന്. ഇപ്പൊ ഹീറോ തന്റെ ഫ്രണ്ടിനെ കോൾ ചെയ്തിട്ട് ഞാൻ നല്ലവനാണോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ഫ്രണ്ട് പറയും, വലിയ വീട്, ആവശ്യത്തിന് പണം, ഫാമിലി, കുട്ടികള്, ഇത്രയും നല്ല ജീവിതമുള്ള നിനക്ക് ഇനി നീ നല്ലവനാണോ ഇല്ലയെന്ന് അറിയേണ്ട ഒരു ആവശ്യമില്ല. അപ്പോഴാണ് ഹീറോയുടെ വീടിന് വെളിയിലായിട്ട് ഒരു ഡ്രോൺ ക്യാമറ പറന്നു വരുന്നു. അത് അടുത്ത വീട്ടിലെ ടീനേജർ ആയിട്ടുള്ള ഒരു പയ്യന്റെ ഡ്രോൺ ക്യാമറയാണ്. ഷെടാ, ഇവൻ ഇത് തന്നെയാണോ ജോലി എന്ന് ഹീറോ ടെൻഷൻ ആവുന്നതും പെട്ടെന്ന് അവന്റെ വീട്ടിലെ കോളിംഗ് ബെൽ അടിക്കാണ്. ഹീറോ ഓടിച്ചെന്നിട്ട് ആ ഒരു ഡോർ തുറക്കുമ്പോൾ അത് വേറെ ആരുമല്ല, ഹീറോയുടെ ഗേൾ ഫ്രണ്ട്. ഇപ്പോ ഹീറോയെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് അവള് അവന് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. അപ്പൊ ഒരു ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്നതിലുപരി അവള് ഹീറോയുടെ സീക്രട്ട് ആയിട്ടുള്ള ഒരു ഗേൾ ഫ്രണ്ട് ആണ്. കാരണം ഹീറോയ്ക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഈ ഒരു ഗേൾ ഫ്രണ്ടിന്റെ പേര് ഹന്ന. ഇന്ന് ഹീറോയുടെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് ഹന്ന അവനൊരു സർപ്രൈസ് ആയിട്ട് അവനോടൊപ്പം കുറച്ചു നേരം സമയം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ച് ഇവിടേക്ക് വന്നത്. ഒരു വശത്ത് നമ്മുടെ ഹീറോയ്ക്ക് സന്തോഷമുണ്ട്, അതേപോലെ തന്നെ പേടിയുണ്ട്. കാരണം തന്റെ ഭാര്യ ആലോചിച്ചിട്ട് ഈവനിങ് വെളിയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാന്നാണ് അവള് പറഞ്ഞത്. അപ്പോ ഹന്ന പറയും, കുറച്ച് സമയമല്ലേ, നിന്നോടൊപ്പം കുറച്ചു നേരം നിന്നിട്ട് ഞാനങ്ങ് പോയിക്കോളാം. അപ്പോ ഹീറോ പറയും, ശരി, 1 മണിക്കൂർ, അത് കഴിഞ്ഞ് നീ പോണെന്ന് പറയുന്നതും ഹന്ന അവനെ വിളിച്ചിട്ട് നേരെ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തേക്ക് പോവാണ്. പെട്ടെന്ന് ആ ഒരു സീൻ കട്ട് ചെയ്തിട്ട് വീണ്ടും ഇപ്പോൾ പ്രസന്റിൽ ഹീറോയെ കാണിക്കുമ്പോൾ അവന്റെ ഗേൾ ഫ്രണ്ടിനെ ഒരു നിമിഷം ആലോചിച്ചിട്ട് അവൻ കുളിച്ചു കഴിഞ്ഞ് കണ്ണാടിയുടെ മുന്നിൽ നിൽക്കാണ്. പെട്ടെന്നാണ് ഹീറോയുടെ ഭാര്യ അവന്റെ പിറകിൽ വന്ന് നിൽക്കുന്നത്. ഹീറോ അങ്ങ് പേടിച്ചു പോവും. വെള്ളമുടിയും പ്രേതത്തിന്റെ രൂപം വെച്ചിട്ട് പേടിപ്പിക്കാനായിട്ട് വരികയാണ്. എന്നിട്ട് ഭാര്യയോട് പറയും, ഞാൻ റെഡി ആയിട്ട് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ ആ ഒരു കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് ഈ ഡിന്നർ മാത്രം എങ്ങനെയെങ്കിലും കഴിഞ്ഞാൽ മതി എന്ന് അവനെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഹീറോ റെഡി ആയിട്ട് ഈ മെയിൻ ഹാളിലേക്ക് വരുമ്പോഴത്തേക്കും ഭാര്യ വേറെ ആരോടോ സീക്രട്ട് ആയിട്ട് സംസാരിക്കുന്നു. അറേഞ്ച്മെന്റ് ചെയ്ത് തന്നെ നന്ദി എന്ന് പറഞ്ഞ് ഹീറോ വരുന്നത് കാണുമ്പോൾ പെട്ടെന്ന് കോൾ അങ്ങ് കട്ട് ചെയ്യും. എന്തു പറ്റിയെന്ന് ഹീറോ ചോദിക്കുമ്പോൾ അവന്റെ ഭാര്യ പറയും, ഇല്ല, വർക്കിന്റെ കാര്യമാണെന്ന് പറയുന്നതും ഇപ്പോ ഹീറോ അവന്റെ കാമുകിയായിട്ട് ആ ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് പോയല്ലോ. അവിടുത്തെ കാര്യം ആലോചിച്ച് നോക്കുകയാണ്. രണ്ടുപേരും ആ ഒരു പൂളിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ വെച്ച് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. ഈ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന്റെ ഭാര്യ ഇടയിലേക്ക് കയറുന്നുണ്ട്. ഷടാ, നല്ല സീൻ ആലോചിക്കുമ്പോഴത്തേക്ക് ഇവള് സമ്മതിക്കത്തില്ല. അവള് ചോദിക്കും, എന്തു പറ്റി, കണ്ണു തുറന്നുകൊണ്ട് തന്നെ സ്വപ്നം കാണുമെന്ന് ചോദിക്കുമ്പോൾ അവൻ മറുപടി പറയാതെ നിൽക്കുന്നതും വെളിയിൽ ഒരു വണ്ടി വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അല്ല, വെളിയിൽ ആരാ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഭാര്യ പറയും, ഇല്ല, എനിക്കൊന്നും കേട്ടില്ലല്ലോ. അപ്പോ വീണ്ടും ഒരു ശബ്ദം കേൾക്കുമ്പോൾ ഇല്ല, വെളിയിൽ ആരോ വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് ഈ പൂക്കളിട്ട് വയ്ക്കുന്നൊരു ഭരണിയുണ്ട്, അതും എടുത്ത് അടിക്കാനായിട്ട് പോകുമ്പോൾ ആ ഭാര്യ പറയും, വെറുതെ ഭ്രാന്തന്മാരെ പോലെ കാണിക്കാതെ അത് താഴെ വയ്ക്കി. അപ്പോഴാണ് ഹീറോ കുറച്ചു നേരം ആലോചിച്ചിട്ട്, അല്ല, ഞാൻ വരുമ്പോ നീ ആരോടാ ഫോണിൽ സംസാരിച്ചേ? ഭാര്യ പറയും, ഞാൻ പറഞ്ഞല്ലോ, വർക്കിന്റെ വിഷയമായിട്ട് ഒരാളോട് സംസാരിച്ചതാണ്. അപ്പോ ഹീറോ സംശയം കൊണ്ട്, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിന്റെ ഫോൺ കാണിക്കാൻ പറയും. അപ്പോ ഭാര്യ ചോദിക്കും, ശരി, നിങ്ങളുടെ ഫോൺ എനിക്ക് കാണിക്കാൻ പറയുമ്പോൾ ഇത് കൊള്ളാം, ഈ കളി വേണ്ട എന്നുള്ള രീതിയിൽ ഹീറോ ഒരു ചിരി ചിരിക്കുമ്പോൾ വീണ്ടും വെളിയിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. ഇത് കേട്ട ഹീറോ, ശരി, ഞാൻ പോയി തോക്കെടുത്തിട്ട് വരാന്ന് പറഞ്ഞ് പോകാനായിട്ട് നിൽക്കുമ്പോൾ ഭാര്യ പറയും, ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ ആദ്യം ഡോറ് തുറന്ന് നോക്ക് എന്ന് പറയുമ്പോഴാണ് ഹീറോ ഡോറ് തുറക്കുമ്പോൾ ആഹാ, വെളിയിൽ ഒരു കൂട്ടം ആളുകൾ നിൽക്കുന്നു. അവന്റെ ഫ്രണ്ട്സ്, കൂടെ വർക്ക് ചെയ്യുന്നവര്, ഭാര്യയുടെ സുഹൃത്തുക്കള്, ഇവരെല്ലാവരും. വേറെ ഒന്നുമല്ല, ഭാര്യ ഒരു സർപ്രൈസ് ആയിട്ട് അവനൊരു പാർട്ടി അറേഞ്ച് ചെയ്താണ് അവന്റെ ബർത്ത്ഡേ ദിവസമായിട്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടായിരുന്നു നേരത്തെ ഫോണില് ഇവരെല്ലാവരെയും വിളിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്.
അപ്പോൾ നമ്മൾ ഡിന്നറിന് പോകുന്നില്ലെന്ന് ഹീറോ ചോദിക്കുമ്പോൾ അതെല്ലാം നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് വെറുതെ പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ ഹീറോയുടെ മകള് ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കാണ്. ഇത് കുറച്ചുകൂടി സർപ്രൈസ് ആയി പോയി. കാരണം ഹീറോയുടെ മകളെ അവൻ കണ്ടിട്ട് കുറെ നാളായിരുന്നു. ഇപ്പൊ ഭാര്യ പറയും, ശരി നിന്റെ സഹോദരനായിട്ട് ആ ഒരു കേക്ക് എടുത്തോണ്ട് വരാൻ പറയും. അപ്പോഴാണ് മറ്റൊരാൾ അവിടേക്ക് വന്ന് ഹീറോയ്ക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യാണ്. ഇത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയുടെ അമ്മായിയപ്പൻ, ഭാര്യയുടെ അച്ഛൻ. അത് കഴിഞ്ഞിട്ട് മറ്റൊരാൾ വന്ന് ഹീറോയ്ക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. അത് വേറെ ആരുമല്ല, ഹീറോയോടൊപ്പം വർക്ക് ചെയ്യുന്ന അവന്റെ കൊളീഗാണ്. എടാ വീട്ടിലിരുന്ന് ബോറടിച്ചതുകൊണ്ട് എല്ലാവർക്കും മുന്നേ തന്നെ ഞാൻ ഇവിടെ വന്നു എന്ന് പറയുമ്പോൾ ഹീറോ പെട്ടെന്ന് ഷോക്കായിട്ട്, അല്ല നീ നേരത്തെ വന്നു, എത്ര മണിക്കാണ് നീ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ ചോദിക്കും, അല്ല നീ എന്തിനാ ഇത്ര ടെൻഷൻ ആവുന്നേ, ബാ നമുക്ക് കുടിക്കാന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചോട്ട് പോകുന്നു. ഇപ്പൊ അകത്തേക്ക് വന്ന ഹീറോ തന്റെ ഭാര്യയോട് ചോദിക്കുന്നുണ്ട്, അല്ല എത്ര നേരം ഈ ഒരു പാർട്ടി ഉണ്ടാവുമെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴല്ലേ പാർട്ടി തുടങ്ങിയത്, കഴിഞ്ഞ 1 മാസമായിട്ട് ഞാൻ ഇതിനു വേണ്ടി പ്ലാൻ ചെയ്യാണ്. അല്ല ഒരു 2 മണിക്കൂർ ഉണ്ടാവും? 2 മണിക്കൂറൊന്നല്ല, രാത്രി വരെ ഉണ്ടാവും. നിങ്ങൾ നല്ലതുപോലെ എൻജോയ് ചെയ്താൽ മാത്രം മതി എന്ന് ഭാര്യ പറയുന്നതും ഈ ഭാര്യയുടെ അച്ഛനുണ്ടല്ലോ, അയാൾ ഇപ്പൊ അകത്തേക്ക് കയറി വന്നിട്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്റെ എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഒരു പ്രശ്നവുമില്ല, ഇപ്പൊ ഒരു ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അമ്മായിയപ്പം പെട്ടെന്ന്, അതിന് ഞാൻ നിന്നോടല്ലോ ചോദിച്ചേ എന്ന് പറഞ്ഞ് ഹീറോയെ കളിയാക്കും. അപ്പോഴാണ് ഹീറോയുടെ ഭാര്യ പറയുന്നത്, ഏയ് ഇന്ന് അവന്റെ ബർത്ത്ഡേ അല്ലേ, അച്ഛനൊന്ന് മിണ്ടാതിരിക്കാൻ കഴിയോ? അപ്പൊ അമ്മായിയപ്പം പറയും, അതെ അതെ 7 വയസ്സുള്ള പയ്യനല്ലേ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് എന്ന് പറഞ്ഞ് വീണ്ടും കളിയാക്കി അയാൾ വെളിയിലേക്ക് ഇറങ്ങിപ്പോകുന്നു. കേക്ക് മുറിക്കുമ്പോൾ ഇങ്ങയുടെ മുഖത്ത് കുറച്ച് കേക്ക് വരെ തേക്കണം, എന്നാലേ ശരിയാവത്തുള്ളൂ. അപ്പോഴാണ് ഹീറോയുടെ മകൻ അവിടേക്ക് വന്നിട്ട് ഇവരെല്ലാവരും മിണ്ടാതെ നിൽക്കുന്ന കാണുമ്പോൾ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഒരു കുഴപ്പമില്ലാന്ന് ഹീറോയും പറയും. ഹീറോയും വേറെ ആരില്ല, നമ്മുടെ ഹീറോയുടെ ഭാര്യ. അപ്പൊ അവന്റെ മകള് വന്ന് കേക്ക് അവിടെ വെച്ചിട്ട് എല്ലാവരും നേരെ പാർട്ടി നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. ഇപ്പോ ഹീറോയും ഹീറോയിനും കുറച്ച് മാസങ്ങളായിട്ട് ചെറിയൊരു വഴക്കുണ്ടായിരുന്നു. ആ കാര്യം ഹീറോയുടെ അമ്മായിയപ്പനും അറിയാം. അതുകൊണ്ടാണ് അയാൾ ആ രീതിയിൽ വന്ന് സംസാരിച്ചത്. അതേസമയം വെളിയിൽ വന്ന് നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് അവന്റെ മകൻ വന്നിട്ട്, അല്ല അമ്മയും അച്ഛനായിട്ടുള്ള ആ ഒരു പ്രശ്നം നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ് സോൾവ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഹീറോയുടെ മകളുണ്ടല്ലോ, അവള് ബാക്ക് യാർഡിലേക്ക് പോകുന്ന ആ ഒരു കാര്യം ഹീറോ കണ്ടിട്ട് പെട്ടെന്ന് ടെൻഷനാവും. ഇപ്പോ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുമ്പോഴത്തേക്കും ആ ഒരു ഗേൾ ഫ്രണ്ട് ഹന്നയുണ്ടല്ലോ, അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് കാണിച്ചു തരുന്നില്ല. പക്ഷെ അവളുടെ മുഖം ഒരു തുണിയിട്ട് മൂടിയിട്ട് അവളുടെ ശരീരം ഈ ബാക്ക് യാർഡിലുള്ള ഒരു സ്റ്റോറേജ് ബോക്സ് ഉണ്ട്, അതിനുള്ളിൽ കൊണ്ട് വെക്കുന്നത് പോലെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോഴാണ് നമ്മുടെ ഹീറോ ടെൻഷൻ ആവാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ടെൻഷനായ ഹീറോ പെട്ടെന്ന് തന്നെ ഈ ബാക്ക് യാർഡിലേക്ക് വന്ന് നോക്കുമ്പോൾ ആ ബോക്സിന്റെ മുകളിലെ ഒരു പയ്യനിരിക്കുന്നു. അവനെ കിസ് ചെയ്തുകൊണ്ട് ഹീറോയുടെ മകളും രണ്ടുപേർക്ക് റൊമാൻറ്റിക് ചെയ്യാൻ പറ്റിയ സ്ഥലം ഇത് തന്നെ. അച്ഛനെ കൊലയ്ക്ക് കൊടുക്കൂടി മോളെ എന്ന് വരെ ചിന്തിച്ചു പോവും. ഹീറോ അവിടേക്ക് വരുമ്പോഴത്തേക്കും അവന്റെ മകള് പെട്ടെന്ന് ഷോക്കാവുന്നതും ഹീറോ ചോദിക്കും, അല്ല ആരാ ഇവൻ? അപ്പൊ അവള് പറയും, ഇവന്റെ പേര് പീറ്റർ എന്നാണ് എന്നുള്ള കാര്യം പറയുമ്പോൾ ഹീറോ പറയും, അല്ല രണ്ടുപേരും എന്തിനാ ഇവിടെ നിൽക്കുന്നേ, എന്തായാലും പാർട്ടി നടക്കുന്നിടത്തേക്ക് പോകുന്നു പറഞ്ഞിട്ട് രണ്ടുപേരെയും അവിടേക്ക് പറഞ്ഞു വിടുന്നു. അപ്പൊ അവള് പറയും, ശരിയച്ചാ ഞാൻ എന്തായാലും സ്വിമ്മിംഗ് പൂളിലേക്ക് പോവാണ്, ടവൽ എടുക്കട്ടെ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റോറേജ് ബോക്സ് തുറക്കാനായിട്ട് വരുമ്പോൾ ഹീറോ വിടുന്നു ടെൻഷനായിട്ട് അത് തുറക്കരുതെന്ന് പറയും. എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് കോക്കാച്ചി ഉണ്ടെന്ന് പറയും. സോറി അങ്ങനെയൊന്നും പറയത്തില്ല. ആ ടെൻഷനായിട്ട് അതിനകത്ത് ടവലില്ല, അതകത്താണ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് അതിനകത്ത് നിന്നും ഒരു ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നു. ഇപ്പൊ മകളും അവളുടെ ബോയ് ഫ്രണ്ടും ഹീറോ ഇങ്ങനെ നോക്കുമ്പോൾ അവൻ ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കാണ്. കാരണം ആ ഒരു സ്റ്റോറേജ് ബോക്സിൽ അടിക്കുന്ന ഫോൺ ഹന്നയുടെ ഫോണാണ്. എന്നിട്ട് ഹീറോ പറയും, അത് എന്റെ ഫോണാണ്, ഞാനാ മറന്നു വെച്ചതെന്ന് പറഞ്ഞിട്ട് മകളെയും അതേപോലെ തന്നെ പീറ്ററിനെയും രണ്ടുപേരെയും പെട്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞു വിട്ട് അവര് പോയതിനു ശേഷം ആ ബോക്സിൽ നിന്ന് ഹന്നയുടെ ഹാൻഡ് ബാഗ് അത് പുറത്തേക്ക് എടുത്ത് അതിൽ നിന്ന് ഫോൺ എടുത്ത് മാറ്റുകയാണ്. ഇപ്പൊ അതിലേക്ക് വിളിച്ച ആളുടെ പേര് കെവിൻ എന്നാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോ ആ ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് ഹീറോ തിരിച്ചു വരുമ്പോൾ അവൻ എല്ലാവരുടെയും മുന്നിലേ നോർമലായിട്ട് ഇരിക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം ഈ ഒരു ഗേൾ ഫ്രണ്ടിന്റെ ബോഡി ഇവരാരും കാണാതെ എങ്ങനെയെങ്കിലും അത് ഒളിപ്പിക്കണം, ആ ഒരൊറ്റ ചിന്ത മാത്രമേ അവനുള്ളൂ. അതുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ നോർമലായിട്ട് ഇരിക്കാനായിട്ട് അവനെ കൊണ്ട് കഴിയുന്നില്ല. അതും കൂടാതെ ഈ ഗേൾ ഫ്രണ്ടിന്റെ ഫോണിലേക്ക് കെവിൻ എന്ന് പറഞ്ഞവനാണെങ്കിലോ നിർത്താതെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം കേട്ടിട്ട് ഹീറോയ്ക്ക് ആകെ തല ചുറ്റുന്നത് പോലെയായി. നേരെ കണ്ണാടിയുടെ മുന്നിലേക്ക് ചെന്നിട്ട് എല്ലാം ശരിയാവും എല്ലാം ശരിയാവും എന്ന് അവനെ തന്നെ അവൻ സമാധാനപ്പെടുത്താണ്. അവിടെ വെച്ചിട്ട് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് ഈ ഗേൾ ഫ്രണ്ട് എന്താണ് സംഭവിച്ചതെന്ന്. സ്വിമ്മിംഗ് പൂളിലിരുന്ന ഗേൾ ഫ്രണ്ട് പെട്ടെന്ന് ബാത്റൂമിലേക്ക് പോയിട്ട് വരാന്ന് പറഞ്ഞ് അവള് നേരെ വീടിനകത്തേക്ക് വരും. എന്നിട്ട് ബാത്റൂം, അതേപോലെ തന്നെ മെയിൻ ഹോള്, കൂടാതെ ഈ വീടിനകത്തുള്ള ഓരോ മുറികളുണ്ടല്ലോ, ഇതെല്ലാം നല്ലതുപോലെ തന്നെ ചുറ്റിക്കറങ്ങി അവസാനം ഒരു കണ്ണാടിയുടെ മുന്നിലേക്ക് വന്നിട്ട് തന്റെ ലിപ്സ്റ്റിക് എടുത്ത് ചുണ്ടിലേക്ക് ഇടുകയാണ്. അത് കഴിഞ്ഞിട്ട് ആ ഒരു ബാത്റൂമിന്റെ കണ്ണാടിയിലേക്കും ഉമ്മ വയ്ക്കുന്നു. അപ്പൊ ആ ഒരു ലിപ്സ്റ്റിക് എന്തായാലും അതിൽ പതിയും. അങ്ങനെ ഈ ഒരു ഫ്ലാഷ് ബാക്ക് കട്ട് ചെയ്തിട്ട് വീണ്ടും പ്രസന്റിൽ കാണിക്കുമ്പോൾ ഹീറോ ഹന്നയുടെ ഫോൺ ഉണ്ടല്ലോ അത് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അമ്മായിയപ്പൻ വെളിയിൽ തന്നെ നിൽക്കുന്നു. ഇങ്ങേർക്ക് വേറെ പണിയില്ലേ? അതുമല്ല ഹീറോ അകത്തിരുന്ന് സംസാരിച്ച കാര്യങ്ങളെല്ലാം ഇങ്ങനെ കേട്ടിരുന്നു.
എന്നിട്ട് ഹീറോയോട് ചോദിക്കും, നിന്റെ കള്ളക്കാമുകിയോടാണോ ഇത്രയും നേരം സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ ഷോക്കായിട്ട് അയാൾക്ക് മറുപടി പറയാൻ കഴിയാതെ ഇങ്ങനെ നിൽക്കാണ്. അപ്പോൾ അയാൾ പറയും, നീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്റെ മകൾക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ലായിരിക്കാം, പക്ഷെ ഞാൻ നിന്നെ നല്ലതുപോലെ പിടിക്കും എന്ന് പറഞ്ഞ് അയാള് ബാത്റൂമിനകത്തേക്ക് നടന്നു പോകുന്നു. ഇങ്ങനെ ബാത്റൂമിനകത്തിട്ട് കൊന്നാലോ? ഓരോ പഞ്ച് ഡയലോഗ് ഇടയ്ക്കിടയ്ക്ക് അടിച്ച് ഹീറോയെ പേടിപ്പിക്കാനായിട്ട്. അപ്പോഴാണ് ഭാര്യയും മകളും സീക്രട്ട് ആയിട്ട് സംസാരിക്കുന്ന കാര്യം ഹീറോ കേട്ടിട്ട് പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് വന്ന്, അല്ല നിങ്ങൾ എന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവര് രണ്ടുപേരും ഇല്ല ഒന്നും സംസാരിച്ചില്ല എന്ന് പറയും. അപ്പോൾ ഹീറോ ടെൻഷനായിട്ട്, നിങ്ങൾ എന്തോ ഒരു കാര്യം മറയ്ക്കുന്നുണ്ട്, എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞു തോലക്ക് എന്ന് പറയുമ്പോൾ അപ്പോൾ മകള് പറയും, എല്ലാ അച്ഛനറിയാം എന്ന് പറഞ്ഞ് അവള് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകുന്നതും ഇപ്പോ ഹീറോ അവന്റെ ഭാര്യയോട് ചോദിക്കും, അല്ല അവൾ എന്താ ഈ പറഞ്ഞിട്ട് പോയെന്ന്, എനിക്ക് എന്തറിയാന്നാ എന്നല്ല ഹീറോ അവളോട് ചോദിക്കുമ്പോൾ ഏയ് അതൊന്നുമില്ലാന്ന് ഹീറോയും പറയും. ഇപ്പൊ ഇവര് രണ്ടുപേരും സംസാരിക്കുന്നതിന്റെ ഇടയിലേക്ക് ആ അമ്മായിയപ്പൻ വീണ്ടും വരികയാണ്. ഓ, ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരുന്നതിന് മുന്നേ തന്നെ അടുത്ത പ്രശ്നം, എന്താ പ്രശ്നം എന്ന് അയാൾ പിന്നെയും ചോദിക്കുമ്പോൾ ഒന്നുമില്ല അച്ഛാന്ന് ഹീറോയും പറയുന്നതും അവരുടെ മകൻ വന്നിട്ട്, അല്ല കേക്ക് ഇപ്പോ ഞാൻ വെളിയിലേക്ക് കൊണ്ടുപോട്ടെ. അപ്പോൾ ഹീറോയും പറയും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ അവരുടെ മകൻ ചോദിക്കും, ശരി ഇപ്പൊ എന്താ നിങ്ങളുടെ ഇടയ്ക്ക് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അമ്മായിയപ്പൻ വീണ്ടും പറയും, എല്ലാം നിന്റെ അച്ഛൻ കാരണമാണ്, ഇങ്ങേർക്ക് രണ്ട് കൊടുത്താലേ ശരിയാവത്തുള്ളൂ. കാണുന്ന നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഞാൻ സീരിയസ് ആയിട്ട് ഈ കഥ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇടയ്ക്ക് കയറി ചിരിപ്പിക്കുകയാണ്, സോറി. ഇത് കേട്ട ഹീറോ, പ്ലീസ് ഞങ്ങളുടെ ഫാമിലിയുടെ ഇടയിൽ എന്നെ വെറുതെ നാണം കെടുത്തരുത്, അതുകൊണ്ടൊന്ന് മിണ്ടാതിരിക്കാൻ കഴിയോ, ഇപ്പോഴിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാലേ. അപ്പോൾ അയാൾ പറയും, എന്റെ മകളോട് വഴക്കുണ്ടായി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും സംസാരിക്കും. അപ്പോൾ ഹീറോ പറയും, എന്റെ വീട്ടിൽ എനിക്ക് എന്തുകൊണ്ടെങ്കിലും സംസാരിക്കാം. അപ്പോൾ അമ്മായിയപ്പൻ, ഈ വീടിന്റെ ഡെപ്പോസിറ്റ് അടച്ചതുവരെ ഞാനാണ് എന്നുകൂടി പറയുന്നത് ഹീറോയ്ക്ക് ഇപ്പോൾ മറുപടി പറയാൻ കഴിയുന്നില്ല. ഹീറോയിനാണെങ്കിലും ഇവരെ രണ്ടുപേരിൽ ആരെയും സപ്പോർട്ട് ചെയ്യണമെന്നും അവൾക്കും അറിയാൻ കഴിയുന്നില്ല. അപ്പൊ അമ്മായിയപ്പൻ പറയും, എന്റെ മോളോട് നീ ചെയ്ത ഒരു തെറ്റിന് ഇപ്പൊ തന്നെ സോറി പറയാൻ പറയുമ്പോൾ ഇയാൾ എന്തിനെ പറ്റിയാണ് പറയുന്നതെന്ന് ഒരു ഹീറോയ്ക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഹീറോയും പറയും, അച്ഛാ പ്ലീസ് ഒന്നും മിണ്ടാതെ പോകാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അയാൾ അവിടെ നിന്ന് പോവാണ്. സമാധാനം, ഇനി അങ്ങനെ കയറി വരുന്നതെന്തോ. ഇപ്പൊ അവരുടെ മകൻ ചോദിക്കും, അല്ല നിങ്ങൾ രണ്ടുപേരും ഇനി ഡിവോഴ്സ് ചെയ്യാൻ പോവാണെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഇല്ല അങ്ങനെയൊന്നുമില്ല, എല്ലാം ഞാൻ ശരിയാക്കാം, മോൻ പൊയ്ക്കോന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിട്ട് ഇപ്പൊ തന്റെ ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ ഹന്ന, അവളെ പറ്റി ഹീറോ ആലോചിച്ച് നോക്കുകയാണ്. ഇപ്പൊ ഫ്ലാഷ് ബാക്കിൽ ആ ഒരു ഗേൾ ഫ്രണ്ട് ഹീറോയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷെ എനിക്കൊരു ഫാമിലി ഉണ്ട്, അത് നീ ആലോചിക്കണം എന്ന് പറയുമ്പോഴാണ് വേറൊന്നല്ല, ഹന്നയുണ്ടല്ലോ അവൾക്കും ഒരു ഭർത്താവുണ്ട്, അവന്റെ പേരാണ് കെവിൻ. ഇപ്പോ ഹന്ന പറയും, നമ്മുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി കെവിൻ അറിഞ്ഞു കഴിഞ്ഞാല് അവനൊരു മൃഗമായിട്ട് മാറും എന്ന് ഈ ഒരു ഗേൾ ഫ്രണ്ട് പറയുമ്പോൾ ഹീറോ ചോദിക്കും, അല്ല അവൻ എപ്പോഴെങ്കിലും നിന്നെ അടിച്ചിട്ടുണ്ടോ? അപ്പോൾ ഹന്ന ചോദിക്കും, എന്തേ അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ ഭാര്യയെ വിട്ട് ഇപ്പൊ തന്നെ എന്നോടൊപ്പം വരുത്തുന്നില്ലല്ലോ. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഇപ്പൊ പ്രസന്റിൽ കാണിക്കുമ്പോൾ ഹീറോ വീണ്ടും ഹീറോയിനും തന്റെ മകള് സംസാരിക്കുന്ന ആ ഒരു റൂമിനകത്തേക്ക് കയറിപ്പോവും. എന്താന്ന് വെച്ചാൽ ഇവർ എന്താണ് സീക്രട്ട് ആയിട്ട് സംസാരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് കാണുന്ന ഹീറോയിന്റെ മകളാണെങ്കിലോ ഒരു 5 നിമിഷം വെറുതെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല, എപ്പോഴും എന്റെ പിറകെ തന്നെ നടക്കുവാണോ. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല മോളെ നിനക്ക് എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോഴാണ് അമ്മയോട് തന്നെ ചോദിക്കേ എന്ന് പറയുന്നതും ഇപ്പോൾ ഹീറോയും പറയും, അവള് കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് സഹായിക്കാനായിട്ട് തീരുമാനമെടുത്തേക്കാണ്. അതും അവളുടെ കോളേജ് പഠിത്തം നിർത്തിയിട്ട് NGO സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഈ കാര്യം ഹീറോയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ദേഷ്യം വരുമെന്ന് വിചാരിച്ചിട്ടാണ് അമ്മയും മകളും ഒറ്റയ്ക്കിരുന്നിങ്ങനെ സംസാരിക്കുന്നത്. ഇപ്പോഴാണ് ഹീറോയ്ക്ക് സമാധാനമാവുന്നത്, ഓ ഇത്രയേ ഉള്ളൂ, ഇതിനാണോ നിങ്ങളിങ്ങനെ സീക്രട്ടായിട്ട് സംസാരിക്കുന്നത് എന്ന് ഹീറോ ചോദിക്കും. കാരണം വേറെ ഒന്നല്ല, അവൻ ഇത്രയും നേരം വിചാരിച്ചിരുന്നത് ഇനി തന്റെ ഗേൾ ഫ്രണ്ട് ആ ഒരു ഫോൺ റിങ് ചെയ്തല്ലോ അതിനെപ്പറ്റി വല്ലതായിരിക്കുമെന്ന്. ഇപ്പൊ ഹീറോ പറയും, എന്റെ ഫാമിലിയിലുള്ള എല്ലാവരും സന്തോഷമായിട്ട് ഇരുന്നാൽ മതി, ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ഇപ്പൊ മകളെ താഴേക്ക് ഗസ്റ്റിനെ എല്ലാം നോക്കാൻ വേണ്ടി പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ഹീറോയും ഭാര്യയും സംസാരിക്കുമ്പോൾ ആ ഭാര്യ പറയുന്നത് വേറൊന്നുമല്ല, ഇവിടെ വന്നിട്ടുള്ള ആ ഒരു ഗസ്റ്റിന്റെ മുന്നിലെങ്കിലും നമ്മൾ രണ്ടുപേരും ഹാപ്പിയാണെന്ന് ഒന്ന് കാണിക്കണം, അതുപോലെ അഭിനയിക്കെങ്കിലും വേണം എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അങ്ങനെ വീണ്ടും ആ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുമ്പോൾ തന്റെ ഭാര്യയെ വിട്ടിട്ട് വരുമെന്ന് ആ ഒരു ഗേൾ ഫ്രണ്ട് ചോദിക്കുമല്ലോ, അതിന് മറുപടി പറയാതെ ഹീറോ അങ്ങനെ അവളെ തന്നെ നോക്കി നിൽക്കുമ്പോൾ ഇപ്പൊ അടുത്ത വീട്ടിൽ നിന്നും ഒരു ഡ്രോൺ ക്യാമറ ഇവരുടെ വീടിന് മുകളിലൂടെ ഇങ്ങനെ വരികയാണ്. ഇത് കണ്ട ഹീറോ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ഇന്ന് അവനുണ്ട് എന്ന് പറഞ്ഞ് അടുത്ത വീട്ടിൽ ആ ഒരു ടീനേജർ ആയിട്ടുള്ള പയ്യനുണ്ടല്ലോ അവന്റെ അടുത്തേക്ക് ഹീറോ നടന്നു ചെന്നിട്ട്, ഇനി ഒരു തവണ കൂടി നിന്റെ ഡ്രോൺ എന്റെ വീട്ടുമുറ്റത്ത് വന്നു കഴിഞ്ഞാലേ അതെല്ലാം കൂടി ഞാൻ ചവിട്ടി കൂട്ടും. അപ്പൊ അവർ ചെറിയ വയം പറയും, ആകാശം നിങ്ങളുടെ അപ്പുവന്റെ വകയാണോ, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ പറത്തുമെന്ന് അവൻ പറയുന്നതും വല്ല കാര്യം ഉണ്ടായിരുന്നോ ഹീറോയ്ക്ക്. അപ്പോൾ ഹീറോ പറയും, ശരി ഇതിനെപ്പറ്റി ഞാൻ നിന്റെ അച്ഛനോട് പറയുമെന്ന് പറയുമ്പോൾ ആ ചെറിയ വയ പറയും, ആരെക്കുറിച്ചാ, നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനെ പറ്റിയോ? അപ്പോൾ ഹീറോയും ഹന്നയും കുറച്ച് സന്തോഷമായിട്ടിരിക്കുന്ന ആ ഒരു കാര്യം ഈ ചെറിയ പയ്യൻ ഈ ഡ്രോൺ വഴി കണ്ടു. അതുകൊണ്ട് ഈ ഒരു പൊടിച്ചിറകനോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ഹീറോ തിരിച്ച് തന്റെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ തിരിച്ചു വന്ന് നോക്കുമ്പോഴത്തേക്കാണ്, ആഹാ വേറൊന്നുമല്ല, അവന്റെ ഗേൾ ഫ്രണ്ട്
ആ പൂളിൽ രക്തമായിട്ട് കിടക്കുന്നതായിട്ട് ഇങ്ങനെ കാണുന്നത്. ഇത് കണ്ട ഹീറോ ഓടി വന്നിട്ട് അവളെ പൊക്കിയെടുത്ത് കരയിലേക്ക് വെച്ച് അവൾക്ക് CPR കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൾ കണ്ണ് തുറക്കുന്നില്ല. എന്താണ് സംഭവിച്ചെന്ന് പോലും അറിയാതെ ഹീറോ ആ ഒരു ഷോക്കിൽ നിൽക്കുമ്പോൾ അവന്റെ ഭാര്യ ആ സമയത്താണ് വിളിക്കുന്നത്. വിളിച്ചിട്ട് പറയുന്നത് വേറെ ഒന്നുമില്ല, അപ്പൊ ഓഫീസിൽ നിന്ന് നിങ്ങൾ നേരത്തെ പോയോ? ശരി, നിങ്ങൾ റെഡി ആയിട്ട് നിന്നോ, ഞാൻ ഇപ്പൊ തന്നെ അവിടേക്ക് വരാന്ന് ഹീറോയും പറയുന്നതും ഇത് കേട്ട ഹീറോയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഹന്നയുടെ ശരീരം അങ്ങനെ പൊക്കിയെടുത്ത് അവിടെ നിന്നും ഈ ബാക്ക് യാർഡിലുള്ള ആ ഒരു സ്റ്റോറേജ് ബോക്സ് ഉണ്ടല്ലോ അതിനുള്ളിൽ കൊണ്ടുവന്ന് അടച്ചു വെക്കും. അതേപോലെ തന്നെ ആ ഒരു സ്വിമ്മിംഗ് പൂളിലുള്ള രക്തക്കറയുണ്ടല്ലോ അതെല്ലാം ക്ലീൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് നേരെ അകത്തേക്ക് വന്നിട്ട് അവൾ ആ ഒരു കണ്ണാടിയിലേക്ക് ഉമ്മ വെച്ച ആ ഒരു ലിപ്സ്റ്റിക്ക് അത് ക്ലീൻ ചെയ്യുന്നു. അതേപോലെ ഹന്നയുടെ ഡ്രസ്സും ഹാൻഡ് ബാഗും അതും എടുത്ത് ആ ഒരു സ്റ്റോറേജ് ബോക്സിലാണ് ഇട്ട് അടച്ചു വെക്കും. അത് കഴിഞ്ഞ് തന്റെ ഭാര്യയോടൊപ്പം ഡിന്നറിന് പോയിട്ട് തിരിച്ചു വന്ന് അവളുടെ ശരീരം എടുത്ത് മാറ്റാന്നാണ് പ്ലാൻ ചെയ്തത്. അതിനുള്ളിൽ ഇതുപോലൊരു പണി ഹീറോയ്ക്ക് കിട്ടുമെന്ന് ഒരിക്കലും അവൻ പ്രതീക്ഷിച്ചതുമില്ല. ഇപ്പോൾ ടാസ്ക് എന്താന്ന് വെച്ചാല് ഒന്ന് ആ ഗേൾ ഫ്രണ്ട് എങ്ങനെയാണ് മരിച്ചത് എന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ അവളുടെ ശരീരം മറ്റാരും അറിയാതെ ഇവിടെ നിന്ന് മാറ്റുകയും വേണം. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഫ്ലാഷ് ബാക്ക് ആയിട്ട് കാണിച്ചിട്ട് ഇപ്പോൾ വീണ്ടും പ്രസന്റിൽ കാണിക്കുമ്പോൾ ഇവരുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പുതുതായിട്ട് ഒരുത്തം വരുന്നു. അതാരാണെന്ന് നമ്മുടെ ഹീറോയ്ക്ക് അറിയത്തില്ല. ഹീറോ അങ്ങനെ അവരെ തന്നെ നോക്കാണ്. അപ്പൊ അടുത്ത വീട്ടിലെ ആ ഒരു പൊടി പയ്യനുണ്ടല്ലോ അവനിപ്പോ ഗസ്റ്റിന് വെച്ച 2 ഡ്രിങ്ക്സ് ബോട്ടില് ആരും കാണാതെ എടുത്തോണ്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഇത് കണ്ട ഹീറോ ഓടി വന്ന് അവനെ പിടിക്കും. അങ്ങനെ ഹീറോ അവനെ പിടിക്കാനായിട്ട് വരുമ്പോ ഇവനാണെങ്കിൽ ഒരു ഒറ്റ ഓട്ടം ഹീറോ പുറകെ തന്നെ പോകുന്നുണ്ട്. അപ്പൊ ഹീറോ പിടിച്ച് അടിക്കുമെന്ന് പേടിച്ചിട്ട് അവൻ ഒരു ബോട്ടിലെടുത്ത് ഹീറോയുടെ മുകളിലേക്ക് എറിഞ്ഞു കൊടുക്കും. എന്നിട്ടാണ് അവിടെ നിന്നിട്ട് അവൻ പറയുന്നത്, നിങ്ങൾ അടുത്തേക്ക് വന്നു കഴിഞ്ഞാല് ഈ വീട്ടിൽ കണ്ട എല്ലാ കാര്യവും ഞാൻ എല്ലാവരോടും പറയുമെന്ന് പറയുമ്പോൾ ഹീറോ വിട്ടുന്ന് ഓക്കെ നീ എന്താ കണ്ടത്, പ്ലീസ് ദയവ് ചെയ്ത് ആ ഒരു ഡ്രോൺ ഫൂട്ടേജ് എന്റെ തരണമെന്ന് പറയുമ്പോൾ അവൻ ആദ്യം സമ്മതിക്കത്തില്ല. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് അവനെ സമ്മതിപ്പിച്ച് അത് കഴിഞ്ഞ് ആ ഒരു ഫൂട്ടേജ് എന്താണെന്ന് ലാപ്ടോപ്പിൽ ഇട്ട് ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ ഹീറോയും അവന്റെ ഗേൾ ഫ്രണ്ടും ആ ഒരു പൂളില് കുറച്ച് സന്തോഷമായിട്ടിരുന്നല്ലോ. അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഫൂട്ടേജിലുണ്ട്. ഓക്കെ, ഇതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ ആ പയ്യൻ പറയും ഇത്രയുള്ളെന്ന്. ഇപ്പൊ ഈ ഒരു ഫൂട്ടേജ് വെച്ചിട്ട് തന്റെ ഗേൾ ഫ്രണ്ട് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഹീറോ ശ്രമിച്ചത്. പക്ഷെ അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെയാണ് ഹീറോ മറ്റൊരു കാര്യം കാണുന്നത്. ആ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തായിട്ടുള്ള ഒരു ചെടിയുണ്ട്, അതിനിടയിൽ ഒരു ബേസ്ബോൾ ബാറ്റ് കിടക്കുന്നതായിട്ട്. അങ്ങനെ ഉടനെ തന്നെ അവിടെ നിന്ന് വന്നിട്ട് ആ ഒരു ബാറ്റ് എടുത്ത് ഹീറോ നോക്കുമ്പോഴത്തേക്കാണ് ഹീറോയ്ക്ക് മനസ്സിലാവുന്നത് ഒരുപക്ഷെ തന്റെ ഗേൾ ഫ്രണ്ടിനെ കൊല്ലാനായിട്ട് ഉപയോഗിച്ച ആ ഒരു വെപ്പൺ ഉണ്ടല്ലോ അതിതായിരിക്കാം. അങ്ങനെ അതും എടുത്തിട്ട് തിരിച്ച് ബാക്ക് യാർഡിലേക്ക് വരുമ്പോഴത്തേക്കാണ് അമ്മായിയപ്പൻ ആ ബോക്സിന്റെ മുകളിലിരിക്കുന്നു. ഇങ്ങനെ പിടിച്ചിട്ട് ആ ഒരു ബോക്സിനകത്ത് അടച്ചിട്ടാലോ. ഇപ്പൊ അമ്മായിയപ്പൻ പറയും വാ മോനെ ഇവിടെ വന്നിരിക്കുന്നു പറയുമ്പോൾ ഹീറോ പേടിച്ച് ആ ബോക്സിന്റെ മുകളിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോ ഹീറോ പറയും നിങ്ങളോട് ഞാൻ ദേഷിച്ച് സംസാരിച്ചതിന് സോറി എന്ന് പറയുമ്പോൾ നീ ലോകത്തിലെ അത്രയും മോശപ്പെട്ട ഒരാളൊന്നുമല്ല എന്ന് ഒരു അമ്മായിയപ്പൻ തിരിച്ചു പറയുന്നുണ്ട്. ആ സമയത്ത് ഹീറോയുടെ സുഹൃത്തുക്കളെല്ലാം അവിടേക്ക് വരുമ്പോൾ അമ്മായിയപ്പൻ പറയും ഓക്കെ അവരോടൊപ്പം എൻജോയ് ചെയ്യുന്നു പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നതും ഈ ഫ്രണ്ട്സ് എല്ലാവരും സ്റ്റോറേജ് ബോക്സിന്റെ മുകളിലേക്ക് കയറിയിരിക്കുന്നു. ഇതിൽ നല്ലത് ആ ഒരു അമ്മായിയപ്പൻ തന്നെയായിരുന്നു. അപ്പോ ഹീറോ അല്ല നോക്കിയിരിക്കണേ എന്ന ഒരു ടെൻഷനിൽ പറയുന്നുണ്ട്. അല്ല ഓഫീസിൽ നിന്ന് പെട്ടെന്ന് തന്നെ വന്നല്ലോ, എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടോ എന്ന ഒരു ഫ്രണ്ട്സ് ചോദിക്കുമ്പോൾ ഹീറോ പറയും ഏയ് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയുന്നതും ഈ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് ഈ ഡ്രഗ് സിഗരറ്റ് ഉണ്ടല്ലോ അത് ഹീറോയോട് വലിക്കാൻ പറയും. അത് അവനെ നിർബന്ധിച്ച് അവനെ കൊണ്ട് വലിപ്പിക്കുന്നതും ഹീറോ അതും വലിച്ചിട്ട് അങ്ങനെ കിളി പറന്ന് നടക്കുകയാണ്. നടന്നു വരുമ്പോഴത്തേക്കാണ് ഹീറോയിൻ ആ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആളുണ്ടല്ലോ അയാളോടൊപ്പം നിന്ന് സംസാരിക്കുന്നു. ഷടാ ഇവനാരാ എന്ന് വിചാരിച്ചിട്ട് ഹീറോ അവന്റെ അടുത്തേക്ക് ചെന്ന് അവനോട് സംസാരിക്കുമ്പോഴത്തേക്കാണ് അടുത്ത ഒരു ടെസ്റ്റ് ഇത് വേറെ ആരുമല്ല, ഇവനാണ് കെവിൻ, ഹന്നയുടെ ഭർത്താവ്. ഹന്നെ അന്വേഷിച്ചാണ് അവൻ ഇവിടേക്ക് വന്നത്. എന്നിട്ട് ആ കെവിൻ അവളുടെ ഫോട്ടോ എടുത്ത് കാണിച്ച് ദേ ഇതാണ് എന്റെ ഭാര്യ എന്ന് പറയുമ്പോഴത്തേക്കും കറക്റ്റ് സ്ഥലത്ത് തന്നെ ഇവൻ വന്നല്ലോ. ഇപ്പൊ കെവിൻ എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് വെച്ചാല് ഹന്ന ആ ഒരു ഊബർ ബുക്ക് ചെയ്ത ലൊക്കേഷൻ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കെവിൻ ഈ സ്ഥലം കണ്ടുപിടിച്ച് ഇവിടേക്ക് വന്നത്. അവളിപ്പോ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. സാധാരണ ഫോൺ വിളിച്ചാലേ അവൾ എടുക്കാതിരിക്കത്തില്ല. എന്ത് സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് ഹീറോ വിടുന്ന് ആകെ കിളി പറന്ന് നിൽക്കുവാണല്ലോ. അതുകൊണ്ട് അവൻ അവിടെ നിന്ന് നടന്നു പോകുമ്പോ ഹീറോയിൻ ഇവൻ എന്താ ഇങ്ങനെയല്ലേ റിയാക്ട് ചെയ്യുന്നേ എന്നവന് നോക്കുന്നുണ്ട്. ഇപ്പോ ഹീറോ അവിടെ നിന്ന് നേരെ തന്റെ മകളുടെ അടുത്തേക്ക് വന്നിട്ട് അവളോട് ചോദിക്കും അല്ല ഇന്ന് വൈകുന്നേരത്ത് നിന്റെ മുത്തശ്ശൻ എവിടെയായിരുന്നു, നിന്റെ അമ്മ എവിടെയായിരുന്നു എന്നെല്ലാം ചോദിക്കാണ്. എന്താന്ന് വെച്ചാൽ അവർക്ക് രണ്ടുപേർക്ക് ഇനി തന്റെ ഗേൾഫ്രണ്ടിനെ പറ്റി എന്തെങ്കിലും കാര്യം അറിയാവോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മകള് പറയും പാർട്ടിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് അമ്മ സ്റ്റോറിലേക്ക് പോയിരുന്നു, മുത്തശ്ശനെ വിളിച്ചുകൊണ്ട് വന്നത് ഞാനാണ്. അപ്പോഴേ ഹീറോയും വന്നിട്ട് അല്ല നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഹീറോ വിട്ടുന്ന് അല്ല നിനക്ക് കെവിനെ എങ്ങനെ അറിയാം, നീ അവനോട് എന്തിനാ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവള് പറയും എനിക്ക് അവനെയൊന്നും അറിയത്തില്ല, നിങ്ങൾക്കറിയാവുന്ന ആളാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവനോട് സംസാരിച്ചത്. അപ്പോൾ ഹീറോ പറയും ഓക്കെ നിങ്ങൾ ആരും അവനോട് സംസാരിക്കരുത്, കാരണം അവൻ ഇത്തിരി ഡേഞ്ചർ ആയിട്ടുള്ള ഒരാളാണ്, അവൻ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ്
ഹീറോ അവിടുന്ന് നേരെ റൂമിനകത്തേക്ക് പോകും. എന്നിട്ട് കണ്ണാടിയിലേക്ക് നോക്കിയിട്ടാണ് പറയുന്നത്, ഓക്കെ, ഇതെല്ലാം ഒരു സെറ്റപ്പ് മാത്രമാണ്, എല്ലാം ശരിയാവും എന്നെല്ലാം പറഞ്ഞ് ഒരു തോക്കെടുത്ത് തന്റെ പോക്കറ്റിലേക്ക് വെച്ചിട്ട് ഈ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ്. അതുമല്ല, ഹന്നയുടെ ശബ്ദമാണെങ്കിലോ അവന്റെ തലയ്ക്കുള്ളിൽ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. നേരത്തെ തന്നെ കഞ്ചാവും കൂടി വലിച്ചു കയറ്റിയാലോ. അതുമല്ല, ഹീറോ ഇങ്ങനെ നടക്കുന്നത് അവന്റെ മകൾക്ക് കണ്ടിട്ട് എന്തോ പോലെ തോന്നുന്നുണ്ട്. ഇപ്പോ ഹീറോ നേരെ പോകുന്നത് കെവിന്റെ അടുത്തേക്ക്. അവനോട് ചോദിക്കും, ഓക്കെ, നീ എന്തുകൊണ്ടാണ് ഇവിടെ വന്നത്, നീ എന്താ ചെയ്തതെന്ന് എനിക്കറിയാം, എത്ര നാളായിട്ട് ഇത് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നെല്ലാം ചോദിക്കുകയാണ്. അതിന് കാരണം വേറെ ഒന്നുമല്ല, ഇവനും ഹീറോയും ഹന്നയായിട്ടുള്ള ആ ഒരു അഫെയർ അറിഞ്ഞിട്ട് ഇനിയിപ്പോ കെവിനായിരിക്കും അവന്റെ ഭാര്യയെ കൊന്നത് എന്നാണ് ഹീറോ സംശയിക്കുന്നത്. പക്ഷെ ഇവൻ എന്താണ് പറയുന്നതെന്ന് കെവിന് മനസ്സിലാവുന്നില്ല. അവൻ പറയും, ഞാൻ എന്റെ ഭാര്യയെ കണ്ടുപിടിക്കാനാണ് ഇവിടെ വന്നത് എന്ന് പറയുമ്പോൾ ഹീറോ പറയും, ശരി, എന്ത് തന്നെയായാലും നമുക്ക് വീടിനകത്ത് പോയിട്ട് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞ് ഇപ്പൊ കെവിനെ വിളിച്ചിട്ട് വീടിനകത്തേക്ക് പോവാണ്. അകത്തേക്ക് വന്നതും കെവിനെ പിടിച്ച ഒരു ഒറ്റ തള്ള്. എന്നിട്ട് പറയും, നിന്നെ പറ്റി ഹന്ന എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പേര് കേൾക്കുമ്പോഴത്തേക്കും കെവിൻ പെട്ടെന്ന് എഴുന്നേറ്റ്, അല്ല, എന്റെ ഭാര്യ നിങ്ങൾക്കറിയോ, അവൾ എവിടെയാന്ന് ചോദിക്കുമ്പോ അതൊന്നും ഇപ്പൊ പറയാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഹീറോ പെട്ടെന്ന് തോക്കെടുക്കും. അപ്പോഴാണ് കെവിൻ പറയുന്നത്, ഹേയ്, ഞാൻ അത്ര മോശപ്പെട്ട ഒരാളൊന്നുമല്ല, പ്ലീസ് എന്നെ ഒന്ന് ചെയ്യരുതെന്ന് പറയുമ്പോൾ ഹീറോ പറയും, പക്ഷെ നിന്റെ ഭാര്യ പറഞ്ഞല്ലോ നീ അവളെ എപ്പോഴും ഉപദ്രവിക്കുമെന്ന്. അപ്പൊ കെവിൻ പറയും, എന്റെ ഭാര്യ നിങ്ങളോട് എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അവളെ പറ്റി അറിയുന്ന ഒരേ ഒരാള് ഞാൻ മാത്രമാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഹന്ന സത്യത്തിലെ ഹീറോ ആയിട്ട് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി കെവിനെ മോശമാക്കി ചിത്രീകരിക്കുമായിരുന്നു. ഇപ്പൊ കെവിനാണെങ്കിലോ ഇവ ഷൂട്ട് ചെയ്യുമെന്ന് പേടിച്ചിട്ട് പെട്ടെന്ന് ഫോൺ എടുത്ത് 911 വിളിക്കാനായിട്ട് വരുന്നതും ഹീറോ പെട്ടെന്ന് അവനെ പിടിച്ച് അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചിട്ട് ഒരു കുപ്പി എടുത്ത് അവന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി. കുറച്ച് കഴിയുമ്പോൾ തന്നെ കെവിന്റെ ബോധം നഷ്ടപ്പെടുന്നു. എന്നിട്ട് കെവിന്റെ കൈയും കാലും അതേപോലെ തന്നെ വായെല്ലാം കെട്ടിയിട്ട് ഹീറോ അവനെ ഇങ്ങനെ കെട്ടിയിടുന്ന സമയത്ത് കറക്റ്റ് അവന്റെ മകനകത്തേക്ക് വന്ന്, അല്ലച്ചി ഇവിടെ എന്താ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, മോനെ എല്ലാം ഞാൻ പിന്നീട് പറഞ്ഞുതരാം എന്ന് പറയുമ്പോഴാണ് ആ മകനകത്തേക്ക് വന്നിട്ട്, ഇയാൾ ആ സ്ത്രീയുടെ ഭർത്താവാണോ എന്ന് അവൻ ചോദിക്കുമ്പോൾ ഹീറോ പെട്ടെന്ന്, അല്ല, ഏത് സ്ത്രീയെ പറ്റിയാണ് നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, സ്വിമ്മിംഗ് പൂളിലുണ്ടായിരുന്ന ആ ഒരു ലേഡി എന്ന് ചോദിക്കുന്നതും ഇവിടെയാണ് ഒരു ഒന്നൊന്നര ടെസ്റ്റ്. സത്യത്തില് ഹന്നെ കൊന്നത് വേറെ ആരുമല്ല, ഹീറോയുടെ മകനാണ്. അപ്പോ വൈകിട്ട് തന്നെ ഹീറോയെ ഓഫീസിൽ പോയി കാണാന്ന് വിചാരിച്ചിട്ട് ഇവൻ ഓഫീസിലേക്ക് വിളിച്ചിരുന്നു. പക്ഷെ ഹീറോ നേരത്തെ തന്നെ വീട്ടിൽ പോയെന്ന് അറിഞ്ഞിട്ട് അവനും പെട്ടെന്ന് വീട്ടിലേക്ക് വന്നു. അങ്ങനെ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോഴാണ് ഹീറോയും ഹന്നയും സ്വിമ്മിംഗ് പൂളിലുണ്ടായിരുന്ന ഒരു കാര്യം അവൻ കാണുന്നത്. അതുമല്ല, ഇവര് രണ്ടുപേരും സംസാരിച്ചത് അവൻ കേട്ടിരുന്നു. എന്താന്ന് വെച്ചാൽ ഹന്ന എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ വിട്ടിട്ട് എന്നോടൊപ്പം വരുമെന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ഹീറോയ്ക്ക് ഒരിക്കലും തന്റെ ഫാമിലിയെ വിട്ട് പോകാനായിട്ട് താല്പര്യമില്ലായിരുന്നു. അവളാണ് അവനെ നിർബന്ധിപ്പിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നത്. ഈ സമയത്താണ് ആ ഒരു ഡ്രോൺ മുകളിലേക്ക് വന്ന് അതിനെപ്പറ്റി ചോദിക്കാൻ വേണ്ടി ഹീറോ അടുത്ത വീട്ടിലേക്ക് പോയത്. അപ്പൊ ഇതെല്ലാം കേട്ട് ഹീറോയുടെ മകൻ ഇവിടെ നല്ല ദേഷ്യത്തിൽ നിൽക്കുമായിരുന്നല്ലോ. അതുകൊണ്ട് അവൻ പെട്ടെന്ന് ആ ഒരു ബേസ്ബോൾ ബാറ്റും എടുത്ത് നേരെ ഗേൾ ഫ്രണ്ടിന്റെ മുന്നിലേക്ക് പോയി നിന്നിട്ട് അവളുടെ തലയിലേക്ക് 3 തവണ അടിക്കും. അങ്ങനെ അടിക്കുമ്പോഴത്തേക്കാണ് അവളുടെ തലയിൽ നിന്ന് രക്തമെല്ലാം പോയിട്ട് അവൾ അവിടെ വെച്ച് തന്നെ മരിക്കുന്നത്. ഇപ്പൊ തന്റെ അച്ഛനും അമ്മയും നല്ല ഹാപ്പി ആയിട്ടിരിക്കണം, ഇവരുടെ ഫാമിലി ഒരിക്കലും വേർപിരിഞ്ഞ് പോകരുത് എന്ന് വിചാരിച്ച് മാത്രമാണ് അവൻ അവളെ കൊന്നത്. എന്നിട്ട് പേടിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഈ പാർട്ടി തുടങ്ങുന്ന സമയമായപ്പോ ഒന്നും അറിയാത്തതുപോലെ ഇവിടെ വന്നു. അവൻ പ്രതീക്ഷിച്ചത് ഇവിടെ പോലീസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മുടെ ഹീറോ ഇതുപോലെ ബോഡി എടുത്ത് മാറ്റുമെന്നുള്ള കാര്യം അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ അവളുടെ ഭർത്താവ് ഇവിടെ വരുമെന്നുള്ള കാര്യവും അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ അവൻ പറയും, അച്ഛ, എല്ലാം ആ ഒരു സമയത്ത് പെട്ടെന്ന് സംഭവിച്ചതാണ്, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഇവൻ കരയുന്നതും ഹീറോയ്ക്ക് തന്റെ മകനെ ആലോചിച്ച് നല്ല വിഷമമുണ്ട്. ഇപ്പോ മകൻ ചോദിക്കും, അല്ല, കെവിൻ മരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഇല്ല, അവന്റെ ബോധം നഷ്ടപ്പെട്ടതേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും മകൻ പറയും, അച്ഛാ, ഹന്നയെ കൊന്നത് കെവിൻ ആണെന്നുള്ള രീതിയിൽ നമുക്കെല്ലാം ചെയ്തു വയ്ക്കാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാൻ കഴിയും, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണോ വെച്ചാ എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ ആ ഒരു പേടി കാരണം ഹീറോയെ കെട്ടിപ്പിടിച്ച് കരയാണ്. അപ്പോ ഹീറോ പറയും, ഇല്ല മോനെ, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഇതെല്ലാം ഞാൻ ശരിയാക്കാന്ന് പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിച്ച് അത് കഴിഞ്ഞ് കെവിന്റെ ശരീരം ഉണ്ടല്ലോ അത് ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടി ഇവര് രണ്ടുപേരും കെവിന്റെ ശരീരം അങ്ങനെ പൊക്കിയെടുക്കും. കറക്റ്റ് സമയത്ത് ഹീറോയിനും അവളുടെ മകളുണ്ടല്ലോ ഇവര് രണ്ടുപേരും അവിടേക്ക് വന്നിട്ട്, അല്ല, നിങ്ങൾ രണ്ടുപേരും എന്താ ചെയ്യുന്നേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും താഴെ ആ തോക്ക് കിടക്കുന്നത് കണ്ടിട്ട് അവളുടെ മകള് പേടിച്ചു പോകും. അപ്പൊ ഹീറോ പറയും, ഇല്ലില്ല, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, എനിക്കൊരു 5 മിനിറ്റ് തന്നാ മതി, എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാന്ന് പറയുമ്പോ ഹീറോയും പറയും, ഇല്ല, നിങ്ങൾ എല്ലാം ഇപ്പൊ തന്നെ പറയണം എന്ന് പറയുന്നതും ഇപ്പോ വേറെ വഴിയില്ലാതെ ഹീറോ അവൻ ആ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യമുണ്ടല്ലോ അത് തന്റെ ഭാര്യയോട് പറയുമ്പോഴത്തേക്കാണ് അടുത്ത ഒരു ടെസ്റ്റ്. എന്താന്ന് വെച്ചാല് അവന്റെ ഭാര്യയ്ക്ക് നമ്മുടെ ഹീറോയിന് കുറച്ച് നാളുകൾക്ക് മുന്നേ തന്നെ, അത് 1-2 മാസങ്ങൾക്ക് മുന്നേ തന്നെ ഹീറോയ്ക്കുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ അതിനെപ്പറ്റി അറിയാമായിരുന്നു. ഞാനെന്തോ അത്ര മണ്ടിയാണെന്നാണ് നിങ്ങൾ കരുതിയത്. ഇതിനെപ്പറ്റി അറിയാതിരിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ തന്നെ വക്കീലുമായിട്ട് ഡിവോഴ്സ് പേപ്പറിനുള്ള എല്ലാ കാര്യങ്ങളും ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കേട്ട ഹീറോ പെട്ടെന്ന്, അപ്പൊ നീ എന്നെ വിട്ടിട്ട് പോകാൻ പോകണമെന്ന് ചോദിക്കുമ്പോൾ, പിന്നെ നിങ്ങളെപ്പറ്റി മാത്രം ചിന്തിച്ചു കഴിഞ്ഞാലേ ഞാൻ വേറെ എന്താ ചെയ്യേണ്ടത്? അപ്പോ ഹീറോ പറയും, ഓക്കെ,
ഞാൻ ചെയ്ത തെറ്റ് കാരണമാണ് എന്റെ കുടുംബം തന്നെ ഈ പ്രശ്നത്തിൽ പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇതെല്ലാം ശരിയാക്കേണ്ട ചുമതല എനിക്കാണെന്ന് പറയുന്നതും ഹീറോയും ചോദിക്കും, അല്ല അങ്ങനെ നിങ്ങൾ എന്താ ചെയ്തേന്ന് ചോദിക്കുമ്പോൾ ഇവരുടെ മകനുണ്ടല്ലോ, അവൻ എല്ലാ സത്യങ്ങളും ഇവരോട് പറയാണ്, ഇത്രയും നേരം നടന്ന എല്ലാ കാര്യങ്ങളും. ഇതെല്ലാം കേട്ട ഭാര്യയും അവന്റെ മകളും പേടിച്ചതിനെ നിൽക്കാണ്. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇവർ 4 പേരും കെവിന്റെ ശരീരം അവിടെ ഇട്ടിട്ട് കെവിന് ചുറ്റുമായിട്ടിരിക്കുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് ഹീറോയിനും മകൾക്കാണെങ്കിലും നല്ല ടെൻഷൻ. ഇനിയിപ്പോ അടുത്തത് എന്ത് ചെയ്യുമെന്ന് ഇവരെല്ലാവരും ആലോചിക്കുമ്പോൾ ഹീറോ പറയും, ഓക്കെ, ഞാൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. നമ്മുടെ ഫാമിലി ഒരിക്കലും പിരിഞ്ഞു പോകരുത്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി എന്റെ കയ്യിൽ നല്ലൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ഹീറോയുടെ മകള് പറയും, കൊല ചെയ്തത് നമ്മളിൽ ഒരാളാണ്. ആ ഒരു കുറ്റം ഒന്നും അറിയാത്ത ഒരു പാവത്തിന് മുകളിലേക്ക് ചുമത്താനായിട്ട് എനിക്കൊരിക്കലും താല്പര്യമില്ല എന്ന് മകള് പറയുമ്പോഴത്തേക്കും ഹീറോയും ചോദിക്കും, അല്ല ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് ചോദിക്കുമ്പോൾ ഹീറോ പറയും, നമ്മുടെ പാർട്ടിക്ക് വന്ന എല്ലാ ഗസ്റ്റിനെയും ഇവിടെ നിന്ന് ഇപ്പൊ തന്നെ പറഞ്ഞു വിടണം. അങ്ങനെ ഹീറോയിൻ 2 മക്കള് ഇവര് 3 പേരും ആദ്യം താഴേക്ക് വരും. കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഹീറോയിൻ താഴേക്ക് വന്നിട്ട് ഇപ്പൊ ഹീറോയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുത്തനുണ്ടല്ലോ, അവൻ വന്നിട്ട് ഹീറോയോട് പറയും, ഓക്കെ, ഈ ബർത്ത്ഡേ വിഷ് ചെയ്തതിന് നീ ഞങ്ങളോട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഹീറോ എല്ലാവരോടും താങ്ക്സ് പറയാണ്. എന്നിട്ട് അവരോട് പറയും, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എപ്പോഴും സ്നേഹിക്കുന്നവരോട് നമ്മൾ തിരിച്ചും അതേപോലെ തന്നെ സ്നേഹം കാണിക്കണം. ഈ കാര്യം ഞാൻ ഇപ്പോഴ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് മനസ്സിലാക്കിയത്. അതുമല്ല, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടാമതൊരു അവസരം നിങ്ങൾക്ക് കിട്ടിയെന്ന് വരത്തില്ല. അങ്ങനെ കിട്ടുവാണോ എന്ന് നിങ്ങൾ നോക്കണം. കാരണം നമ്മുടെ കുടുംബത്തെ ഒരിക്കലും നമ്മൾ കൈവിടരുത്. കറക്റ്റ് സമയത്ത് അവിടേക്ക് പോലീസ് വരുന്നു. എന്നിട്ട് ഹീറോയുടെ അടുത്തേക്ക് വന്ന് അവനോട് കൈവെക്കാൻ പറയുമ്പോൾ വേറൊന്നുമല്ല, ഇവരെ 3 പേരെ താഴേക്ക് പറഞ്ഞു വിട്ടിട്ട് ഹീറോ കുറച്ചു കഴിഞ്ഞാലുള്ള താഴേക്ക് ഇറങ്ങി വന്നത്. ആ ഗ്യാപ്പിൽ ഹീറോ പോലീസിനെ വിളിച്ചിട്ട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതുമല്ല, ഹീറോയുടെ കയ്യിൽ തോക്കിരിക്കുന്നത് കണ്ടിട്ട് വന്ന ഗസ്റ്റുകളെല്ലാം പെട്ടെന്ന് ഷോക്ക് ആവുന്നുണ്ട്. കുറച്ചു കഴിയുമ്പോൾ അകത്തുള്ള കെവിൻ ഉണ്ടല്ലോ, അവനും ബോധം വന്ന് കണ്ണുറക്കുന്നു. ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ തന്റെ മകനെ രക്ഷിക്കാൻ വേണ്ടി ഹീറോ സ്വയം കുറ്റം ഏറ്റെടുത്തു. എന്താന്ന് വെച്ചാൽ തന്റെ ഫാമിലി ഒരിക്കലും പിരിഞ്ഞു പോകരുത് എന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഹീറോ ഇങ്ങനെ ചെയ്തത്. ഇപ്പോ ഹീറോയുടെ മകനും അതുപോലെ ചിന്തിച്ചാണല്ലോ ഈ കാര്യം ചെയ്തത്. അതിന് കാരണം ആരാണ്? ഹീറോ തന്നെയാണ്. എന്തൊക്കെയായാലും ഹീറോ തന്റെ ഭാര്യയിൽ നിന്നും ഇതുപോലെ ഒരു ഗേൾ ഫ്രണ്ടിനെ കൊണ്ടു നടന്നത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഒരിക്കലും തന്റെ ഫാമിലിയെ വിടാനായിട്ട് ഹീറോ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്റെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി താൻ എന്ത് ചെയ്യും എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് ഹീറോ ഇപ്പൊ ആ ഒരു കുറ്റം ഏറ്റെടുത്തതും അവനിപ്പോ ജയിലിലേക്ക് പോകുന്നതും. അതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പിന്നെ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ ഇനിയും നിങ്ങൾക്ക് ഈ ചാനലിൽ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ അടുത്തൊരു നല്ല കഥയുമായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.